ഒരുപാട് മക്കളെ പ്രസവിച്ച് വളർത്തി ആലിമീങ്ങളാക്കിയ ഉമ്മാമ്മമാരെ ഈ പറയണത്. കയ്യിലൊന്നും ഇല്ല, ഈ ഭാഗത്തൊന്നും ദ്വാരക്കണേന്നൊക്കെ പറയും. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള തസ്ബീഹ് മാലന്റെ ടോട്ടൽ മണികളുടെ എണ്ണം 2000. നമ്മുടെ നാട്ടിലൊക്കെ 33 100 ഉണ്ടാവില്ല. മഹാന്റെ കയ്യിൽ 2000 മണികളുള്ള തസ്ബീഹ് മാല. അതിനെ കൊണ്ട് എല്ലാ ദിവസവും 6 തവണ തസ്ബീഹ് ചൊല്ലും ഫുള്ളായിട്ട്. അപ്പൊ 6 × 2000 12000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു ഉറങ്ങാറുള്ളൂ. ഓരോ വഫാത്താകുമ്പോൾ ഇങ്ങനെ കരയുമ്പോൾ ആരോ ചോദിച്ച്, നിങ്ങൾ എന്തിനാ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഇഷ്ടക്കാരനല്ലേ, എന്തിനാ കരയുന്നത്? അതിന് ഒരു പറയുന്ന ഉത്തരം എന്താ അറിയോ? സഫരി തൊവീലുൻ, ഞാൻ വലിയൊരു യാത്രക്ക് റെഡിയാവല്ലേ എന്ന്. വസാദി ഖലീൽ, ലഗേജും ഹാൻഡ് ബാഗ് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഇത് വിശദീകരിച്ചിട്ട് ഇബ്നു റജബുൽ ഹംബലി തങ്ങളെ പറയുന്നുണ്ട്, ലഗേജും ഹാൻഡ് ബാഗും ഫുള്ളായ മഹാന്മാരെന്നെ കരയും. നമ്മളിങ്ങനെ കോമഡിയിലും ടിക്ടോക്കിലും അല്ലെങ്കിൽ സ്റ്റാറ്റസിലും റീൽസിലും എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കിന് പിന്നെ ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കല നമ്മളെ പണി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 18-ാം വയസ്സിലാറ്റ ഒരു കുട്ടി അപകടത്തിൽ മരിച്ചാൽ ഓൻ കാര്യമായിട്ട് ഏടുന്നിങ്ങനെ വായിക്കുമ്പോ എന്തപ്പോ വായിക്കാന്ന് വെച്ചാല് ഏടുന്ന് വായിക്കാനുണ്ടാവുക എന്തായിരിക്കും? 1236 തവണ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കി. 1 2 ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റസ് 2,36,000 തവണ നോക്കി. നമ്മൾ തന്നെ വായിക്കേണ്ടി വരൂലേ? ആഖിറത്തിൽ ഇങ്ങനെ നന്മ ചെയ്തവർക്ക് കൂലിയുണ്ട്, തിന്മ ചെയ്തവർക്ക് കുറ്റുണ്ട് എന്ന് വിശ്വാസമില്ലാത്തവരാണ് മിക്ക മനുഷ്യന്മാരും. അങ്ങനത്തെ ആളെ തങ്ങൾക്ക് അറിയോ ഇല്ലയോ? ഞാൻ പറഞ്ഞേ ഒരടയാളം എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് എനിക്ക് തൃപ്തിയായിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഈ സൂറത്തൊന്ന് പൂർത്തിയാക്കണ്ടേന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ധൃതിയിൽ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആയത്ത് തന്നെ വിശദീകരിക്കാൻ എമ്പാടും ഉണ്ട്, പൂർത്തിയാവൂല. എങ്ങനെയായാലും പൂർത്തിയാവും. അതന്നെ എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ കിതാബ് വിശദീകരിച്ചാൽ തന്നെ തീരൂല. വല്ലുഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകളുടെ തഫ്സീർ അഹ്മദ് ബിൻ അബ്ദുൽ മുനീം അൽ ദമൻഹൂരി റഹിമഹുല്ലാഹ് ജംഅ വിശദീകരിച്ച ഒരു കിതാബാണ് അൽ ഫൈലുൽ അമീം ഫീ മഅനൽ ഖുർആനിൽ അദീം. മുത്തഅല്ലിങ്ങൾക്ക് കൂടിയിട്ടാണ് ഈ കിതാബൊക്കെ അങ്ങനെ പറയുന്നത്. അല്ലാഹു ഈ കിതാബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വിജയിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. വിജയം എന്ന് പറയുന്ന